ഇന്ന് കുറച്ചൊരു വെറൈറ്റിക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിന്ദുജ മേനോനെയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഡോക്ടർ ബിന്ദുജ മേനോൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കഥ അറിയാനാണ് ഞാനും പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വിശേഷം പോണോ അതെയോ നമുക്ക് ഫാമിലിനെ കുറിച്ച് ചോദിക്കാം? എന്താണ് വേണ്ടത് അറിഞ്ഞാൽ ചോദിച്ചാൽ പറയാം. ഇത്ര വലിയ ഈശ്വര ആദ്യം നമുക്ക് ഫാമിലിയെ കുറിച്ച് ചോദിക്കാം. അതായത് നിങ്ങളൊരു കലാ കുടുംബമാണ്. അപ്പോൾ അമ്മയെ കുറിച്ചിട്ടും നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചും എല്ലാം ഒന്ന് പറയും. ഞാൻ എപ്പോഴും കൂടുതൽ സംസാരിക്കുക അമ്മയെ കുറിച്ചാണ്. ബിക്കോസ് എൻ്റെ ഗുരുവുമാണ്, എൻ്റെ ഡാൻസ് ടീച്ചറാണ് എൻ്റെ അമ്മ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഗുരുവിന് ഉള്ള സ്ഥാനം എന്നുള്ള രീതിയിൽ എപ്പോഴും അമ്മയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുക. അമ്മയുടെ പേര് കലാമണ്ഡലം വിമല മേനൻ. അപ്പോൾ അച്ഛൻ KP വിശ്വനാഥ മേനൻ, അച്ഛൻ വള്ളത്തോൾ കുടുംബത്തിലെ അംഗമാണ്. പിന്നെ ഉള്ളത് എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് രാജേഷ് എന്നാണ് പേര്. രാജേഷ് പാടും. പിന്നെ മോള് ജനിച്ചപ്പോ അഫ്കോഴ്സ് ഒരു ഡാൻസർ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആയാൽ ഭഗവാനെ അനുഗ്രഹം എന്ന് വിചാരിച്ച് ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവള് ജനിച്ചു മകളായിട്ട്. അപ്പം ലക്കിലി നേഹയ്ക്ക് ഡാൻസിനോടും പാട്ടിനോടും കുറച്ച് വരയ്ക്കും നന്നായിട്ട്. ആർക്കിടെക്ചറാണ് അവൾ എടുത്തിരിക്കുന്നത്. അപ്പൊ വരയോടും ഒക്കെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വേറൊരു മഹാഭാഗ്യം ഉണ്ടായിരുന്നത് അമ്മ, ഞാന്, നേഹ മൂന്നുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞ കൊറോണ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 2 സ്റ്റേജ് ഞങ്ങൾക്ക് 3 പേർക്കും പെർഫോം ചെയ്യാൻ 3 പേരും കൂടെ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുടുംബത്തിന്റെ ഈ ഒരു ഡോക്ടർ ബിന്ദുജ മേനോൻ ടൈറ്റിൽ കിട്ടിയ ആ ഒരു പ്രയത്നം അതൊരു ഒന്നൊന്നര പ്രയത്നമായിരുന്നു. കാരണം ഞാൻ എടുത്ത സബ്ജക്ട് ഡാൻസും, ഞാൻ മ്യൂസിക്കാണ് MA എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇരൈമൻ തമ്പിയുടെ അഭിനയ പ്രധാന കോമ്പോസിഷൻസ്, അത് ഡാൻസിലും പാട്ടിലും, എന്നിട്ട് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3 ഡിവിഷൻ. അപ്പൊ ഞാൻ പാട്ട്, ഡാൻസ്, ആ ഡാൻസിൽ തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3 ഡിവിഷൻസ്. അപ്പൊ അന്ന് എടുത്തപ്പോൾ ഇത്രയും വലിയ ഗഹനമായ ടോപ്പിക്കിലേക്കാണ് പോണത്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു പോയത്. പക്ഷെ ഒരു 7.5 കൊല്ലം എടുത്തു എനിക്ക് അതിൻ്റെ റിസർച്ച്. അതൊരു ഹ്യൂജ് ടാസ്ക് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഡേറ്റ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. പല ലൈബ്രറീസിലും ഞാൻ വിചാരിച്ച ടോപ്പിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലക്കിലി ആ കാലഘട്ടത്തിന്റെ എൻഡിൽ ജീവിച്ചിരുന്ന പലരെയും നേരിട്ട് കാണാനും അവരിൽ നിന്ന് അവരുടെ റിട്ടൺ കോപ്പീസ്, അവരുടെ സാറുമാര്, അപ്പം ഈ ഇരൈമൻ തമ്പിയുമായിട്ടൊക്കെ ഒരു ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള പലരുടെയും റിട്ടൺ ഇതൊക്കെ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ഡിവോട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അത് 7.5 കൊല്ലം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ഒന്നും മാറ്റി വെച്ചില്ല, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെയാണ് ചെയ്തത്. അത് ശരി. അപ്പൊ ആഫ്റ്റർ മാരേജ് ഒക്കെ ആയിരിക്കില്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഒരു 3.5 കൊല്ലമായിട്ടുള്ളൂ. 4 കൊല്ലമായിട്ടുള്ളൂ അവാർഡ് ചെയ്തിട്ട് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് റിയലി പോസിബിൾ. ഓൺലി തിങ് ഈസ് നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവണം ലൈഫിൽ. എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു പ്രയോറിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും ഐ തിങ്ക് എനിക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. താങ്ക് യു വെരി ഗുഡ്.